അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരാളെ കൊല്ലുന്ന ദിവസമാണ് ഗൈസ്. അടാ മുഴങ്ങുന്ന കേട്ടോ. ഇപ്പം വരാം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ച് നിൽക്കുന്ന അച്ചു. മത്സ്യകന്യക മത്തിയാണോ അയലയാണോ എന്ന് അറിയാമെന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമല്ലേ. ഉഷമ്മേനെ ഞാൻ ഒരുങ്ങാൻ പറഞ്ഞു. ദേ എൻ്റെ നഴ്സറി കുട്ടി വന്നിരിക്കുന്നു. ഇതിനെ അല്ല ഞാൻ കെട്ടുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. നോക്കിക്കേ എന്തിഞ്ഞേ മുടി ഒട്ടിച്ചൊക്കെ നോക്കൂ. ഞാൻ ഇതല്ല പറഞ്ഞേ, മൊത്തം മുടി ഇങ്ങനെ വളർത്തി നമുക്ക് കെട്ടി വെക്കണം. ഓരോരോ അടിയായിട്ടെന്ന് പറഞ്ഞാലും വേണ്ടേ, ഘട്ടമായിട്ട്. നോക്കി നോക്കട്ടെ, എന്തോ ഒരു അപാകതയില്ലേ. കുഴപ്പമില്ല, മതി വരട്ടിയത്. ഇനി നീളമില്ലല്ലോ. എനിക്ക് അതോ മറ്റേ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവന്ന പിള്ളേരുടെ റൂട്ടുണ്ട്. ഞാൻ പഞ്ചാബിന്നായിരുന്നു കെട്ടിയത്. വിരാടാന്ന് പറയാൻ വേണ്ടിട്ട് നീ മനഃപൂർവ്വം ചെയ്തല്ലേ? സത്യം പറഞ്ഞു. അത് ഞാൻ ക്രിക്കറ്റായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കളി പോലും കണ്ടാലും എനിക്കിഷ്ടമായിരുന്നേ. ഞാനാണെ ഒരു തമ്പനയിലിടാൻ വേണ്ടി നോക്കുമ്പോൾ ഞാനും കുഞ്ഞാവയും കൂടെ ഉള്ള ഒരൊറ്റ ഫോട്ടോ ഇല്ല. ബാക്കി ലോകത്തോളം എല്ലാം ഉണ്ട്. അജയനെ ശരിയാക്കി ഞാൻ. അജു ഇപ്പോൾ വരും, ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ എത്തിയെന്ന് പറഞ്ഞു. ചേട്ടാ നീ ഇറങ്ങിയോടാ? ഞാൻ ഇറങ്ങി ചേച്ചിന്ന് പറഞ്ഞു. സത്യം പറയടാ പറയുമ്പോൾ ഞാൻ ഇറങ്ങാറായി ചേച്ചിന്ന്. അതും പുൽപ്പള്ളിയിൽ. അച്ഛനെ എന്നെ ശരിയാക്കുന്ന ദിവസം അതുകൊണ്ട് എന്തുവാ കാട്ടുമഴ നനഞ്ഞനെ. ഓ വീട്ടുമഴ കണ്ടിട്ട് നാളെ വരുമ്പോ സുലഭം ചോദിക്കല്ലേ ഏതായി കൊച്ചു കുഞ്ഞെന്ന്. രാത്രി ഇറങ്ങും. കുറേ മുട്ടയൊക്കെ പെറുക്കിയിട്ട്, ഞാൻ മുട്ടയും മാങ്ങയും തേങ്ങയും ചക്കയും ഒക്കെ പെറുക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടുകപ്പയും 2 പട്ടിക്കുഞ്ഞിനെ കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞാലോ? മഴ പെയ്യുവാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ, ബത്തരി പോലും നടക്കൂല. അപ്പോൾ നമുക്ക് ഉഷാമ്മനെ കുട്ടിക്കുന്നിന് പോവാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാം. കുന്നെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടില് ശശിമല്ലല്ലേ. എന്നിട്ട് രാത്രി നമുക്കൊന്ന് ശശിമല കുന്നിന് മുണ്ടേ കയറാം. നീ രാത്രി എന്നെ ഇവിടെ കയറിയിട്ടില്ലല്ലോ. നീ കൊണ്ടുപോയിട്ടില്ലല്ലോ. വരുന്നുണ്ട് എൻ്റെ ശത്രു. വാടാ വെള്ളം ഇട്ടാനേ. അവൻ്റെ ഷർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നാലും ശരി കയറി വാടാ. നീ എന്തിനാ മഴ പെയ്ച്ചോണ്ട് വന്നേ? എവിടായിരുന്നടാ? ആ വിഷമത്തിന് നിന്റെ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട്, അത് വേറെ കാര്യം. ആടാ വാടാ പോവാടാ. ഈ എത്ര റെയിൻകോട്ടുണ്ട്? ശരിക്കും കള്ളം പറയല്ലേ. എടുക്കടാ എന്നാ. ഈ കുഞ്ഞാവിനോട് നമ്മൾ കാട്ടുമഴയത്ത് കാട്ടിൽ ചെന്നിട്ട് ആന നമ്മളെ പിടിക്കുമെന്ന്. ഇല്ലെങ്കിൽ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ പറഞ്ഞേ. ഇല്ല, എന്നെ വാതിരാത്രി ആ കുന്നിൻ്റെ മണ്ട കൊണ്ടുപോയിട്ട് കുന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ശശിമല കുന്നിൻ്റെ സൗന്ദര്യം. മഴ ഉണ്ടെങ്കിലോ? മഴ നീ പിടിച്ച് നിർത്തിക്കോ, നിന്റെ ഹോൾഡ് വെച്ച്. അതാ നിനക്ക് നല്ലത്. ഇന്ന് പള്ളിപ്പെരുന്നാളുണ്ടോ? ഇന്നല്ല, പുതു ഞായറാഴ്ച അവിടെ പള്ളിപ്പെരുന്നാൾ. പുതു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഞായറാഴ്ച. 2 റെയിൻകോട്ട്സ് നമുക്ക് മേടിച്ചാലോ? ഇങ്ങനത്തെ കിട്ടത്തില്ലേ ചെറുത്? മഴ പെയ്ച്ചതാ ഉഷയമ്മേവൻ. അടിപൊളി ഉഷയമ്മേവൻ. അച്ചു തലയും കൊണ്ടുവന്നേ. അത് ഞാൻ വിട്ടുപോയി. അതങ്ങ് വിട്ടുപോയി. ആ തല കൊണ്ടുവന്നേ. ഇങ്ങോട്ട് നിനക്ക് വെട്ടോ കാണുന്നില്ല. എടാ നിന്നെ പറ്റിച്ചടാ. നീ എന്തോ ചെയ്ത? നീ പോയപ്പോഴും ഇങ്ങനെയായിരുന്നു. ഇങ്ങോട്ട് നോക്കട്ടെ.
അതിലും ഇപ്പൊ നീയാടാ സുന്ദരൻ. എന്റെ മോന്റെ സൗന്ദര്യം ഞാൻ ഇപ്പോഴാ കണ്ടേ. ഇവൻ വെറുതെ പറ്റിക്ക കേസാട്ടോ. നീ അങ്ങോട്ട് വെറുതെ കാശ് കൊടുക്കുന്ന ശരിക്കും കത്രിക എടുത്തിട്ടോ. നാണം കേട്ടെ, ലോകം മൊത്തം കേട്ടെ. ആഹാ, അഭിമാനത്തോടുകൂടി ഇരിക്കുന്നുണ്ടല്ലേ. നിന്റെ കൊള്ളത്തൊന്നുമില്ല, എൻ്റെ ഒരു സന്തോഷത്തിന് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണ്ട, ഇങ്ങനെ ഇരിക്കുന്നേ. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പരിപാടി ചെയ്യും? നമുക്ക് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോവാ. അവൻ കൊടുന്ന് ഉറങ്ങട്ടെ, അവന് ക്ഷീണമാ. കൊഴപ്പില്ല, സാരമില്ല, നമുക്ക് പിന്നി കെട്ടിയിടാടാ. ഒരേപോലെ ഇല്ല, ഇല്ലില്ല, ഒരേപോലെ ഇല്ല, ഇല്ല, ഒരേപോലെ ഇല്ല, ഇല്ലില്ല. അച്ചു വന്നപ്പോ കുഞ്ഞാവിടെ വൃത്തിയോട് പറഞ്ഞു. ചുമ്മാടാ, കൊള്ളാടാ, നിനക്ക് നിന്റേതായ ഒരഴകുണ്ട്. വാ അച്ചു, സംഭവം എന്താന്നറിയാവോ? കുഞ്ഞാവ മുടി വെട്ടിന്ന് അറിയാം, നീ ഏതാണ്ട് ചെയ്തു അറിയുന്നില്ല. നീ കൂട്ടുപോയിന്നേ അറിയുന്നുള്ളൂ, അത്ര ഉള്ള വ്യത്യാസം. നീ എന്ന് പോയിട്ട് വന്നു തൊപ്പി വെച്ച് പാവോ. എടാ കൊള്ളാടാ, വെറുതെ പറഞ്ഞടാ. നിനക്ക് ചേരും, ഞാൻ നിന്നെ കണ്ട കാലം തൊട്ട് നീ അങ്ങനെയാ. പക്ഷെ ഈ സാധനം അങ്ങനെയല്ല. അങ്ങനെ നടന്നു, അങ്ങനെ എന്നാ കിടന്ന് ഉറങ്ങിക്കോ. ചുമ്മാ എന്തിന് ഉണർത്തിയതാ? ചുമ്മാ അല്ല, താമസിച്ചു വല്ല പാമ്പൊന്നും ഉണ്ടോ നോക്കിയാനകത്ത്. എന്ത് ഇവിടെ നടാൻ വെച്ചേക്കുന്നതാണോ സോക്സ് ഒക്കെ? അങ്ങനെ എല്ലാ പിള്ളകളും ഓരോ വേഷം ഇട്ടു. ഞാൻ റെയിൻകോട്ട് ഇടാൻ പോകുന്നില്ല, കാരണം പാൻ്റ് ഉള്ളതിൻ്റെ ടോപ്പില്ല, ടോപ്പുള്ളതിൻ്റെ പാൻറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചമ്മിയിരിക്കുന്ന കുറേ മോന്തകൾ. മഴ പോയി, ഇറങ്ങി ഓടാം. അപ്പം പോകുന്ന വഴി നമ്മൾ ഇനി കാണുമ്പോൾ ഞാൻ നനഞ്ഞിരിക്കുന്നതായിരിക്കും കാണുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നനഞ്ഞതാണ്. എൻ്റെ തലയിൽ ഹെൽമെറ്റൊക്കെ വന്നിട്ടുണ്ട്. വയ്യാത്ത ഉഷമ്മേനെ എന്തോനും കൊണ്ടുപോകാന്നുള്ളതോ. ആരും എന്നെ ഒരു കുറ്റവും പറയരുത്. എൻ്റെ മാത്രം ആഗ്രഹം കൊണ്ട് മത്സ്യകന്യകനെ കാണാം. എനിക്ക് മത്സ്യകന്യകനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ നിന്ന് കുറേ കാര്യം സംസാരിക്കും. ദൈവം മത്സ്യകന്യക ഉണ്ടാവണേ, പനി പിടിച്ചിട്ട് അവിടെ ഉണ്ടാവല്ലേ. എടാ എനിക്കൊരു സംശയം, ട്രോളിങ് ഉണ്ടെങ്കിൽ മത്സ്യകന്യക ഉണ്ടാവോ? അച്ചുവേ, മത്സ്യകന്യകയ്ക്ക് ട്രോളിങ് ഉണ്ടോടാ? ട്രോളിങ് ഉണ്ടോന്ന് മത്സ്യകന്യകയ്ക്ക്? ഉണ്ടാവണ്ട. എടാ ഇതിൻ്റെ ഇത് എന്തിയേ? ഒരു സാധനം തലേ വെച്ച് തരുമ്പോ അത് കൊളുത്തി കൂടെ തരണ്ടേ? അതതിലില്ലേ? നിന്നെ പിന്നെ ഇതിനെ വളർത്തുന്നേ? പാവം എൻ്റെ കണ്ണാപ്പി ആയിരുന്നെങ്കിൽ. ആ കാറിങ് മേടിച്ചിട്ട് ബൈക്കിൽ കൊടുത്താലോ? അപ്പം ഇതിനകത്തൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ, നമ്മൾ ഫോൺ ഇങ്ങനെ കവറിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ വീഡിയോ കാണൂലേ? നിന്റെ ആണോന്നാണോ? അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഷർട്ട് ഇട്ടിരിക്കുന്നു. അച്ഛൻ്റെ ഒരു ചുബ, അച്ഛൻ്റെ മറ്റൊരു ഷർട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണാപ്പിയുടെ 3-4 വലിയ, എനിക്ക് ലൂസ് ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം എടുത്ത് റെഡിയാക്കി തേച്ച് മണിക്ക് വിളിച്ചിട്ടുണ്ട്. പാവം കണ്ണാപ്പി വണ്ണം കുറയ്ക്കുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കണ്ണാപ്പി വണ്ണം കുറയുമ്പോൾ ഇടാനും ഇവന് വണ്ണം വെക്കുമ്പോൾ ഇടാനുമായിട്ട് ഇവർ ഈ ഇടത്തര സൈസ് ഇട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എടുക്കും. മഴ ഒറ്റ വാക്ക് നേരെ പോസ് ചെയ്തത്തോടിന്. ദൈവമേ, ഉഷയമ്മ ഇനി ഉഷയമ്മ താമസിപ്പിക്കരുത്. കുഞ്ഞാ ഒരു സത്യം പറയട്ടെ, ചില്ലറ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. എല്ലായിടത്തും ഇപ്പം ഇത് പേടിഎമ്മിൽ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അവസാനം വഴിയിൽ നമ്മൾ അച്ഛനെ നിർത്തിയിട്ട് വരേണ്ടി വരും. അവരാണ് കേട്ടോ എടുക്കത്തുമില്ല ഇതിനെ. സ്വന്തം ഭാര്യ ഇവിടെ നനയാൻ റെഡിയായിട്ടിരിക്കുമ്പോൾ ഹെൽമെറ്റ് വിട്ട് കോട്ട് വിട്ട്
പിന്നെ കഴുകാത്ത ബൂട്ട്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവർക്ക് വിഷമമില്ലടാ ഞാൻ നനയുന്നതിന്. എൻ്റെ അഹങ്കാരത്തിന് പോകുന്നു എന്നാണോ നീ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചേ? മത്സ്യന്യൊക്കെ കാണണ്ടേ? ചെറിയച്ചാ പോയിട്ട് വരാം. മത്സ്യന്യെ കൊള്ളാമെങ്കിൽ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകാം കേട്ടോ. എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഈ മത്സ്യകന്യകയെ ചിലപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് പുള്ളിക്കാരി കാണൂല. ഞങ്ങൾ പോട്ടെ, ടാറ്റാ. ഫോൺ തന്നെ കണ്ടിരുന്നാൽ മതിയായിരുന്നു. കുഞ്ഞു കോട്ടനകത്ത് വെക്കാൻ പറ്റൂടാ? നമ്മൾ കാട്ടിക്കൂടെയാ പോന്നേ? ആനയുണ്ടോ? ആനയോടാ? ആ ഞങ്ങൾ പോവാ. ആദ്യം കാണുന്ന ആന ഞങ്ങൾ പറഞ്ഞുകൂടാ കേട്ടോ. സെന്റ് മേരീസിലാ? ആണോ? ബസ്സിൻ്റെ അവിടെ അല്ലേ? ഒരു ഫോട്ടോ എങ്കിലും ഒരുമിച്ച് കിട്ടിയപ്പോൾ ആളാരാന്ന് അറിയത്തില്ല. ഏതാ വേണ്ടത്? ആരുടെ നീ? ആരടാ നീ? മറ്റു പുതിയ ഹെൽമെറ്റ് മേടിക്കട്ടെ. മേടിക്കണ്ട. അപ്പം മുഖം കാണാൻ പറ്റും. ആ വീട്ടിൽ ഇരിക്കുന്ന അങ്ങ് വെച്ചാൽ മതി. എൻ്റെ ഹെൽമെറ്റ് പിന്നെ എന്തോത്തിന് വെച്ച് പോവോ? അതോ അതെടുത്താൽ കണിഞ്ഞാൽ മതി. അത് നമുക്ക് വേണ്ടേ? എവിടെ പാലാ എന്നെ കൊണ്ട് സീതത്തോട് വരെ മീൻ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര വലിയ ഹെൽമെറ്റ് ഒന്നും വേണ്ട. അങ്ങനെ പറയും. എടാ മഴയത്ത് എൻ്റെ ഫോൺ നനയുമോ? ഞങ്ങളിനി ആനയെ കാണുവാണെങ്കിൽ കാണിച്ചു തരും കേട്ടോ. ആദ്യം ആനയെ കാണാണ്ട് ഒരു കൈ പൊക്കിക്കോ. കാണിച്ചു തരുന്നതായിരിക്കും ആന. ഈ ഫോണിൽ നിന്നെന്താ ഇത്തിരി വെട്ട കൂടുതലുണ്ടോ? ഉള്ളതല്ലടാ. ചിലപ്പോഴേ എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഈ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നല്ലോ. മുഖം ഫോണിൻ്റെ സ്ക്രീനേ മനസ്സിൻ്റെ കണ്ണാടി ആയിരിക്കും. ഉഷയമ്മ കിട്ടിയില്ല. ടാറ്റാ ബൈ. കുളിക്കുന്ന ആന. പൊക്കോ പൊക്കോ. കുഞ്ഞാനെ നോക്കി. ഞാൻ കാണിച്ചു തരാം. ഫോൺ നനഞ്ഞു പോകത്തില്ലേ? എവിടെ മാൻകൂട്ടം? ഇവിടെ എന്തൊക്കെയോ കാണുന്നു. എന്താ ഒരു ശ്വാസം മുട്ടല്? ഏതായി പട്ടാളക്കാരൻ? പട്ടാളത്തിന് ലീവിന് വന്ന ഏതോ ഒരു പയ്യൻ. എന്നെ പിന്നെ ഞാനിപ്പോഴാ കണ്ടേ. ആയി നനഞ്ഞ കോഴി. ഓ ഇത് വെച്ചേക്കൂ. തിരിച്ചൊരു വരിക ആവശ്യം വരും. എന്റെ സ്വന്തം ആനയാ തരില്ല. ഞാൻ വളർത്തുന്ന. നീ പോയി എടുക്കണമായിരുന്നു ആനയുടെ. ഓ വേണ്ട, ഞാൻ നനഞ്ഞില്ല. ഞാൻ ഇവന്റെ പിന്നെ ഒളിച്ചിരുന്ന്. അപ്പൊ ഇത് നമ്മൾ കൊണ്ടു നടക്കണം ഹെൽമെറ്റ്. അതവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? ഞങ്ങളെന്നാ പോയി എല്ലാം കണ്ടിട്ട് വരാം. നിങ്ങൾക്കിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എന്തോ കാര്യം? ഇതെല്ലാ നാട്ടിലും ഉള്ളതല്ലേ. മാത്രമല്ല മൊത്തം കോപ്പി റൈറ്റാ. അതുകൊണ്ട് ഞങ്ങൾ പോയി ആസ്വദിച്ച്. ഞാനിതിലൊന്നും കയറില്ല. ഞാൻ കപ്പലണ്ടി മേടിച്ച് തിന്നും തിരിച്ചു വരും. മത്സ്യകന്യൊക്കെ കാണും. എനിക്ക് 3 ഉദ്ദേശമുള്ള ബജ്ജിയോ? ബജ്ജിയും കഴിക്കും. ചൂടുള്ള എല്ലാം കഴിക്കുന്നു, ചായ കുടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ പൊക്കത്തിലുള്ള ഒന്നിനും കയറില്ല. തല ഇറങ്ങും. ഇത് പേടി അയ്യ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു വരുന്നു. ഈ പോകുന്ന ചേട്ടനും അനിയനും പഠിച്ച കോളേജിലാണ് ഈ പരിപാടി നടക്കുന്നത്. വിജയ കോളേജ്. പക്ഷേ സെന്റ് മേരീസ് കോളേജാ? അപ്പൊ വിജയ കോളേജിൽ ആരാ പഠിക്കുക? വിജയ സ്കൂളല്ലേ? ആ അത് തന്നെ. ആഹാ ആരായി നിൽക്കുന്നത് നോക്കിയേ. എൻ്റെ കിടു
കിടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. കിടുണ്ടായിരുന്നു. ഇതിന്റെ പിള്ളേർ എത്ര കഥകൾ പുറത്തു വന്നേന്നറിയാം. അവന്റെ കൂടെ പഠിച്ചാന്ന് വരെ പറഞ്ഞേനെ. മത്തി 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 ഇത് വേറെ മത്തിയാ, വയനാടൻ മത്തി. ഇതെന്തുവാ? മറ്റേ ഷ്രിമ്പ്. വെള്ളമീൻ. അതുങ്ങൾ വേസ്റ്റ്, അതുങ്ങൾ തന്നെ തിന്നുവാ. ഇതുപോലൊരു ഉടുപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ പോയതാ അഞ്ചോടാ. എന്റെ സ്വഭാവം പിന്നെ വറുത്തന്റെ പടം ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത് കാണിക്കും. കയറി വാ. ആ പേടിച്ച്. ഹായ് മാ, നമ്മുടെ അവിടെ ഉണ്ട് 2 എണ്ണം. വല്ലവരും ചോറുണ്ണാനിരിക്കുമ്പോ ഒന്ന് എത്തി നോക്കും. നമ്മുടെ വീടിന്റെ അവിടെ വീടിന്റെ എൻട്രി ഇല്ലേ, പഞ്ചായത്ത് റോഡിന്റെ അവിടെ അങ്ങോട്ട് പഞ്ചായത്ത് റോഡിന്റെ അവിടെ വീട്ടിലേക്കുള്ള എൻട്രി വീട്ടിലല്ലേ? ആ കാട്ടാ. എനിക്കൊക്കെ വിഷമോ. നമുക്ക് ഇതിനെ എല്ലാം കഴിച്ച് കരവിട്ടാലോ. ഇതില് കൊറേയൊക്കെ പടമാണോ നീ? തലയും കുത്തി കിടക്കുന്നത്. ഹലോ, തുറന്നങ്ങ് വിട്ടേക്കുവാ. അതാ അവരടച്ചു വെച്ചേക്കുന്നത്. ഇതിനെ എങ്ങനെ തിരിച്ച് പിടിക്കുവടാ? ആ പൊന്നാണിയും കാണും. നമ്മുടെ പൊന്നാണി ഇതിനകത്ത് കാണും. ഒരു വീഡിയോ എടുക്കാം. എന്റെ കിച്ചു ഉണ്ടായിരുന്നെങ്കിൽ അവനും കണക്കാം. എന്നാലും ആകാശം നോക്ക്. ഇത് 2 എണ്ണം. നൊക്ലാച്ചിയോ, പഴയകാല മിഠായികൾ. നമ്മുടെ ഏരിയത്തിൽ ടീറ്റബിൾസ് അങ്ങോട്ടുണ്ട്. കണ്ടാ, ചൂടോടെ ഇപ്പൊ കോരി എടുത്തോണ്ട് വന്നാ. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. എനിക്കല്ല, അല്ല, ഇത് പാനിപ്പൂരി മേടിച്ച് ചമ്മിക്ക് നോക്കിയേ. എന്നെ മടിയിരുത്താക്കി ഞാൻ ഇവിടെ ഇരുത്താ. നീ അമ്മയുടെ ആട്ടമ്മ. വീടിനകത്ത് വാർത്ത തകൃതിയായി ഓടുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ബാഗൊക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ ഞാൻ എവിടെ പോകാമെന്ന് വെച്ചാൽ, അച്ചാച്ചി അമ്മ എല്ലാവരും കൂടെ കോഴിക്കോടെത്തി. നല്ല സുഖം ഉറക്കം. അവരിങ്ങ് വീട്ടിലെത്തിയിട്ടില്ല. അവരിറങ്ങിയതേ എനിക്ക് തോന്നുന്നു 10-11 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങി. വേണ്ട, എന്നെ യാത്രയാക്കാനൊന്നും വരണ്ട. ഞാനും കുഞ്ഞാൻ കൂടെ മാർക്കറ്റിൽ പോവാം. അപ്പോൾ എനിക്ക് ഈ സാധനം പിടിച്ചിട്ട് ബൈക്കിലിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കണ്ട ട്രാവൽ ബാഗാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ കയ്യിൽ കവറുണ്ട്. കവറിൽ സാധനങ്ങൾ വെച്ചിട്ട്, പച്ചക്കറിയൊക്കെ മേടിച്ച് ആ കവറിൽ വെച്ചിട്ട് അതോടെ എടുത്ത് ഈ ബാഗിൽ വെച്ചിട്ട് ബാഗ് നമ്മുടെ വണ്ടിയിൽ വെച്ച് കെട്ടും. കുറച്ച് കഴിയുമ്പോൾ ഉഷയമ്മയൊക്കെ വരും. അപ്പോൾ എല്ലാവരും വരുന്ന ഉടനെ ഉഷയമ്മ അവിടെ പുട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട്. രാവിലെ പുട്ടും പയറുകറിയൊക്കെ അവർ കഴിച്ച് ഒന്ന് ഫ്രഷായി ഉറങ്ങണമെങ്കിൽ ഉറങ്ങി വെച്ചൊക്കെ അവർ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും. ഉച്ചയ്ക്ക് അവർ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടോണം അമ്മ എല്ലാം ഉണ്ടാക്കി തരും. ഞാനവിടെ ഇങ്ങനെ അമ്മയുടെ വാല പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടക്കും. അത്ര തന്നെ.
ബാക്കി കുഞ്ഞാവ സഹായിച്ചു തരും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കൈവയ്യാ എന്ന് പറഞ്ഞെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കുറച്ച് നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമായിരുന്നു, അതുകൊണ്ട് എന്നെ അണയ്ക്കുന്നു. പക്ഷേ ഞാൻ ഹാപ്പി ആയിട്ടോ, ഇവിടെ നല്ല രസമാണ് തോന്നുന്നു. വണ്ടിമോൻ ഇരിക്കുന്നു, വണ്ടിമോൻ. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് കെട്ടി വെക്കേണ്ട വള്ളി ഉഷമ്മയുടെ വീട്ടിലാന്ന് തോന്നുന്നു. ഉഷമ്മ ഇപ്പോൾ വരും. ഉഷമ്മേൻ്റെ കാല് വയ്യാത്തതുകൊണ്ടേ, ഇല്ലേ ഞങ്ങളൊരു പാചക പരിപാടി അങ്ങ് നടത്തിയേനെ. എനിക്ക് ഇത് സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നല്ല പോലെ ഉണ്ട്. ഈ ഓണം അങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പോൾ, വിഷുവൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി ഓടി 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 നിൽക്കുവേ പെട്ടെന്ന്. പ്രത്യേകിച്ച് അടുക്കള പരിപാടികൾക്കൊക്കെ അരിയാനും എടുക്കാനും ഒക്കെ. ഇപ്പോൾ ഈ തോളിൻ്റെ വേദന കൊണ്ട് എനിക്കപ്പോൾ രാവിലെ അങ്ങ് സങ്കടം വന്നു. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. രാവിലെ വിളിച്ചാണ് ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ പോകണം, കുഞ്ഞാനിക്ക് മാർക്കറ്റ് കാണണമെന്നും പറഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ അതിന് ഞാൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തി. പോയി ഇവിടെ തൊട്ടപ്പുറയാ പുൽപ്പള്ളി മാർക്കറ്റിൽ, അവിടെയാന്ന് തോന്നുന്നു പോകുന്നത്, അവിടെ എങ്ങാണ്ട് പോകുമെന്ന് തോന്നുന്നു. അവിടെ പോവും. പിന്നെ ദിനിലേട്ടൻ രാവിലെ വിഷു കൈനീട്ടം കൊണ്ട് തന്ന വിഷുവിൻ്റെ തലേന്ന് പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് തന്ന ഗുണ്ട് പൊട്ടിക്കാൻ. ഞാൻ പശുവും പട്ടിയും കോഴിയൊക്കെ ഉള്ളതല്ലേ, പൊട്ടിക്കണ്ട, അതുങ്ങൾക്ക് പേടിയാ. ഇവിടുത്തേനൊക്കെ ശീലമാണെന്ന് പറഞ്ഞു, എന്നാലും നമുക്ക് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി സാധനമെല്ലാം അവരായിട്ട് വരുന്നു. വിഷുവിൻ്റെ ഒരുക്കമൊക്കെ നാളെ ഉള്ളൂ കേട്ടോ. സാധനമായിട്ടൊക്കെ വന്ന് അച്ചാച്ചീനെ അമ്മേനെയൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തും. എല്ലാവരും മാർക്കറ്റിൽ പോയിട്ട് വന്നു, ഞങ്ങളിവിടെ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സമയം ആയില്ല കേട്ടോ, 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. കുഞ്ഞാവെന്നെ കണ്ടില്ല. ചിമ്പ പോയി കുഞ്ഞാനെ വിളിച്ചിട്ട് വാടാ. ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു, ഒരുപാട് പേര് പോസിറ്റീവ് കമൻ്റ് ഇട്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് കമൻറ്റ് വന്നത്. പിന്നെ കുറച്ച് പേർക്ക് പരാതി ഉണ്ടായിരുന്നു, എന്തിനാണിപ്പോൾ എക്സ് ഹസ്ബൻഡിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്, എന്ന അസുഖത്തിൻ്റെ കാര്യം ഇട്ട് പറയുന്നുമില്ല. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായിരുന്നു എൻ്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കിട്ടാഞ്ഞിട്ടാണോ എന്തെങ്കിലും. എൻ്റെ മനസ്സനുസരിച്ച് ഞാൻ ചെയ്തോളൂ. ഞാനത് എൻ്റെ മനസ്സനുസരിച്ച് പറയും. നമ്മളെല്ലാവരും അങ്ങനെയല്ല, അവനവൻ്റെ മനസ്സിൽ തോന്നുന്നില്ല ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും. ഞാനും അതുപോലെ തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുകയും ചെയ്യാൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുള്ള കുറച്ച് പേര് ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ഞാനിങ്ങനെ ഒരു ചാനലിൽ കൂടി പറയുന്നത് കൊണ്ട് കുറേ ആൾക്കാരറിയുന്നു. ആ ഒരു വ്യത്യാസം മാത്രം. നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു 2 അഭിപ്രായമാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് 3-4 ലക്ഷം അഭിപ്രായങ്ങൾ കിട്ടും. ആ ഒരു വ്യത്യാസം. പക്ഷേ അതിൽ സന്തോഷമുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് സന്തോഷം. ഒത്തിരി ആൾക്കാർ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുന്നു, കേൾക്കുന്നത് സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി സേതോടെത്തിയിട്ട് ഞാൻ പറയാം. നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ കണ്ട ഒരു ജീവിത രീതിയില്ലേ, ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കൊണ്ട് നടന്നൊരു രീതിയില്ലേ, എനിക്കിനി അങ്ങനെ തന്നെ മതി. മീ ഫസ്റ്റ് അങ്ങനെ ഇരിക്കണം. മൊത്തം കുരു കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട ഇങ്ങനത്തെ കുരു കണ്ട? ഇത് മരുന്നിൻ്റെ അലർജിയാണ്. ഇപ്പോൾ കഴിക്കുന്ന മരുന്നിൻ്റെ അലർജിയാണ്. ഇവിടെയൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതെങ്ങനെ കാണിക്കുന്നു? കാണിക്കാൻ പറ്റുന്നില്ല. കാണാൻ പറ്റില്ലായിരിക്കുമല്ലേ. ഇതെല്ലാം ഇഞ്ചക്ഷൻ കിട്ടിയതിൻ്റെ. അയ്യോ എത്ര കുത്തുകൊണ്ടോ, കാണാൻ പറ്റില്ല. കണ്ടോ ഇങ്ങനെ കുരു അങ്ങനെ കുരു ഉണ്ട്. ചാച്ചി അമ്മയൊക്കെ കാണാഞ്ഞിട്ട് എനിക്കങ്ങ് ഭയങ്കര സങ്കടം. ഞാനങ്ങനെ ഇവിടെ കുഞ്ഞാവൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പടിക്ക് വെറുതെ കുത്തിപ്പിടിച്ചെടുത്ത് വരുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കും. ഞാൻ തുള്ളിച്ചാടി മുന്നിൽ ഇറങ്ങി വന്നുകൊണ്ടല്ലേ. സത്യം പറഞ്ഞാൽ
ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു കാര്യം മാത്രം ഇങ്ങനെ മനസ്സിൽ നിന്ന് പോകത്തില്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കുട്ടുവാവയാണ്, പിന്നെ കല്ലു. കുട്ടുവാവയുടെ കാര്യം എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് പറ്റത്തുമില്ല. എത്ര വീഡിയോസിൽ എത്ര തവണ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് വരുമെന്നറിയാം, ഞാനത് എപ്പോഴും കട്ട് ചെയ്ത് കളയും. അവന് പടക്കം പൊട്ടിക്കുന്നത് ഭയങ്കര പേടിയാണ്. നിങ്ങളൊക്കെ മറന്നു കാണുമല്ലേ എൻ്റെ കുട്ടുകാവേ? കറക്റ്റ് സമയത്ത് വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് നല്ലതല്ലേ, കോംപ്ലിമെൻ്റ് അല്ലേ കറക്റ്റ് സമയത്ത് വന്നു എന്നുള്ളത്. ഞാൻ ബാഗൊക്കെ ഇട്ട് പോവാവേ. വീട്ടിൽ പോടാ. അങ്ങോട്ട് പോയാൽ വലിയൊരു കുന്ന്, ഇങ്ങോട്ട് പോയാൽ വലിയൊരു ഇറക്കം, എല്ലാ നാട്ടിലെ പോലെ. ഞായറാഴ്ചയാണ്, പള്ളി അടച്ചിരിക്കും. SKN പരിപാടി SKN പുള്ളിയുണ്ട് അവിടെ. ഞാൻ കണ്ടോട്ടെ SKN. SKൻ്റെ വയനാടത്തെ ഇന്നത്തെ ആ വഴിയിൽ നിന്ന് പോയാൽ കാണാമായിരുന്നു. SKനെ കണ്ടില്ലല്ലോ നമ്മൾ. SKനെ പോലെ SKനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടല്ലോ ഇവിടെ? SKനില്ല, അല്ല ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാനേ കണ്ടുള്ളൂ, ഒരു നുള്ളു ഞാനേ കണ്ടുള്ളൂ. വേണ്ട വേണ്ട വേണ്ട. മാർക്കറ്റിലെത്തി. ഇതാണ് മാർക്കറ്റ്. സാമ്പാർ കിറ്റ് വേണ്ട, ഞാൻ സാധനങ്ങൾ തൂക്കി തൂക്കി വാങ്ങിച്ചോളാം. വലുതായിപ്പോയി. എൻ്റെ സങ്കല്പത്തിലെ കണിവെള്ളരി ഇതല്ല. കണ്ടോ, ഇന്റർനാഷണൽ റൈഡും കഴിഞ്ഞ് ഹിമാലയം തോന്നുന്നു. ഓർക്കാം ഇതെന്തോ വെയിറ്റാന്നറിയോ? വിഷുവിൻ്റെ പച്ചക്കറിയാട്ടോ. എൻ്റെയിലും ഉണ്ട് ഒരു കവറ്, എനിക്ക് എടുക്കത്തില്ല വെയിറ്റ്. കണ്ണതൊന്നും ഞാൻ ഭയങ്കര വാചകം. അതെ, ആരും അറിയണ്ട. എന്നെ കൊണ്ട് ആരോഗ്യമുള്ള സമയം ഉണ്ടല്ലോ ഇവിടെ. ചക്രത്തേനല്ലേ ശശിവലുള്ള എല്ലാ വീട്ടിലും ഇവിടെ സദ്യ അവര് രക്ഷപ്പെട്ടു. സാധ്യതയുണ്ട് വീട്ടില്. ഹലോ ഷാജി, ഇത് നോക്കിയിട്ടില്ല, കുഴപ്പമില്ല, തയ്ച്ചോളാന്നാ പറഞ്ഞ.
പറഞ്ഞു. എന്തോന്ന് പറയാനാ? ഫോണോട് വെച്ചിട്ട് ബാക്കി പണി ചെയ്യാം. ചേച്ചി അമ്മയ്ക്ക് ഇപ്പം അതെനിക്കറിയില്ല. ജിമ്രോ കണ്ണാപ്പി കയറി പോയി. അടുത്താൻ വരുന്നുണ്ടല്ലോ. കിച്ചുവിൻ്റെ മാറി അമ്മ വടി ഇങ്ങനത്തെ കേറാ ചേച്ചി അവിടെ അല്ല ചേച്ചി എടാ മുട്ട എടുത്തില്ലടാ. കിച്ച് പട്ടി സപ്പോർട്ടേ വരുള്ളൂ. അത് നല്ല പേടിയുണ്ട്. എല്ലാ തവണയും കിച്ചിനെ പോലെ മറക്കുകയും ചെയ്യും. മേടിക്കാൻ നേരത്തെ അവൾ തിരിച്ചു പോയി. എടാ ഇറങ്ങി വേടാ. ആ കുയ്യത് ബിസ്ക്കറ്റാ വെച്ചാൽ എടുത്തിട്ട് പോവുകയും ചെയ്യും. ഇതെന്താ കിച്ചു? ആ പൂവേ പുറത്തേ അടിയോ? കവർ ഓട്ടയാണോ? ചാടിയില്ല. വണ്ടിയെ മുട്ടൊക്കെ ഇരിക്കുന്നേ സേഫ് ആയിട്ട് എത്തിച്ചു. അവനല്ല കൊടുത്തത്. രണ്ടുപേരുണ്ടോ അവരെ പോലത്തെ? ഇതെന്തുവാടത്? കപ്പയാ? ചടങ്ങായിരിക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം. ചടങ്ങാണ് കൊടുക്കുന്നത്. കുറച്ച് മുട്ടയുണ്ട്. എടാ മുട്ട കൂടെ എടുക്കണം, അല്ലെ അത് വെന്തിട്ട് മറ്റേ ഇതാവും. താറാമുട്ട. അത് താറാമുട്ട, നാടൻ മുട്ട. അത് താറാമുട്ട. എന്തുവാടാ കണ്ണാ? തേങ്ങയും മറ്റേ ഇതിലും കപ്പ ഇത് ഈ വാട്ടാക്കയാണ്. വന്നു ഞാൻ എന്റെ ക്യാമറമാനൊന്നും പറഞ്ഞ് നടക്കുന്നവനെ കണ്ടിട്ട് എത്ര കാലം. ദാണ്ടേ ഇത് ഇത് അവിടെ വെച്ച് ഞാൻ കുടിച്ചോളാം. ഞാൻ കുടിച്ചോളാം. പിക്കിൾ ഓപ്പണിംഗ് ചടങ്ങാട്ടോ. ഇവിടുന്ന് കൊണ്ടുപോയ മാങ്ങ അല്ല, ഇവിടുന്ന് ഉണ്ടായ മാങ്ങ അവിടുന്ന് സ്പൂൺ എടുത്തിട്ട് വരും. പിന്നെ അക്സർശീലം പറയുന്നു. സീറത്തോട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും അക്സർശീലം ഇത്തിരി പറയും. ഞങ്ങളെ ചാങ്കുശമേ അവിടെ ചെന്നാ ഇവിടെ ചെന്ന ഇരുപത്തികാരൻ സാറിന് കഴിച്ചിട്ട് റിവ്യൂ വരാം. ആ മാങ്ങക്കകത്തല്ലേ? ഞാൻ അച്ചാച്ചിനെ കൊണ്ട് ഇരിക്കാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അച്ചാച്ചി ചാടില്ല.
സമയം കാണാം. കൊക്കരക്കോ. ഇത് ഇന്നലെ ഞങ്ങൾക്ക് കറക്റ്റ് ആ ചന്തയിൽ പോയ ഇതിന്റെ പിഗ്ഗ ഇതെന്താണ് പോർക്കെന്ന് വിളിക്കുന്നത്? അതുപോലൊക്കെ ഉള്ളൂ. എന്നെ കുഞ്ഞാച്ചേട്ടൻ ഞാനിവിടെ എന്നെ കൂടെ മുടി വെട്ടാൻ കൊണ്ടുപോണേ. എന്നെ കൂടെ മുടി വെട്ടാൻ കൊണ്ടുപോണേ. ഞാൻ മുടി വെട്ടില്ല. ഇന്നല്ല എന്നാലും 3 പെണ്ണുങ്ങൾ. അരിയുന്നു, അരിയാൻ പഠിപ്പിക്കുന്നു. കൊത്തി വെക്കണം. അമ്മ തേങ്ങ എടുത്തില്ലേ മീന്? നീ എന്തെടുക്കോടാ? വന്നു, ചോറുണ്ട്, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞുള്ള കാര്യമുള്ളു. ശകലം കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിട്ടുണ്ടെങ്കിൽ വയ്യ. എന്നാലും എണീറ്റാലും എൻ്റെ റിലേ ശരിയാവും. ഇപ്പം എത്ര പേര് അടുക്കള. മുമ്പ് ഞങ്ങളാണ് ആളില്ലാണ്ട് ഞാനും അമ്മയും കൂടെ വിഷമിച്ച് നടക്കുക. എന്ത് ചെയ്യും? ചുമ്മാ ഞാൻ എന്നെ കൊണ്ട് ഒരു കാര്യമില്ല. ആ ആ അയ്യോ എന്റെ അടുക്കളയിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര പേരാ ഒരാൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. എന്റെ അടുക്കളയിലേ സ്ഥലമില്ല. ഇപ്പൊ ഞാൻ ഒട്ടിച്ചോട് വലുതാക്കി. കണിയാണ് കണി. ആ ഞങ്ങളുടെ പുത്തൻകൃഷ്ണനാ പുത്തൻകൃഷ്ണൻ.